ഏവർക്കും സ്നേഹവന്ദനം. ഇന്നലെ നമ്മൾ വിവിധ തരത്തിലുള്ള ആസക്തികളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായിട്ട്, കുടുംബത്തിന്, സമൂഹത്തിനൊക്കെ ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ആമുഖ കാര്യങ്ങളിൽ നമ്മൾ പല പ്രധാനപ്പെട്ട വസ്തുതകളും ചിന്തിക്കുകയുണ്ടായി. എന്താണ് അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഇന്ന് അതിൻ്റെ മറ്റൊരു സയൻറ്റിഫിക് തലത്തിലേക്കാണ് വരുന്നത്. നമുക്കറിയാവുന്ന പോലെ വിവിധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗ വൈകല്യത്തിൻ്റെ ഏറ്റവും കഠിനമായ രൂപമാണ് ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി വസ്തുക്കളല്ലാത്ത ആസക്തികൾ നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഏതൊരു പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ആസക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ലഹരി വസ്തുക്കളുടെ ആസക്തിയും പെരുമാറ്റ ആസക്തി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD, അതേപോലെ ബുളിമിയ നെർവോസ പോലുള്ള മറ്റ് നിർബന്ധിത പെരുമാറ്റ അവസ്ഥകൾ എന്നിവ തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് ഈ പെരുമാറ്റ ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ ഈ ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പറയുന്നത് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടതും ആസക്തി ഉളവാക്കുന്നതുമായ വൈകല്യങ്ങൾ എന്ന വിഭാഗത്തിലെ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെടാത്ത വൈകല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അവർ ഉദാഹരണമായിട്ട് പറയുന്നത് ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങൾ അവർ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതൊരു പ്രവർത്തനമോ ശൈലമോ കാര്യമായി മാനസിക, സാമൂഹ്യ, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതെന്തും അത് അഡിക്ഷൻ ആകാറുണ്ടെന്നാണ് അത്തരക്കാര് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആസക്തി എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണങ്ങളിൽ ഈ ചൂതാട്ടം പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അമിത ഭക്ഷണം കഴിക്കുന്നത്. നമുക്കറിയാം, ചില ആളുകൾ കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നുണ്ട്. അതേപോലെ അമിതമായ ഷോപ്പിംഗ്, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന ആളുകൾ. വേറെ ചില ആളുകളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് സാധനങ്ങൾ, പൈസ ഉണ്ടെങ്കിൽ പോലും ആരും കാണാതെ സാധനങ്ങൾ മോഷ്ടിച്ച് എടുക്കുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കുക, അത് ഒരു അഡിക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപകടപരമായ പെരുമാറ്റങ്ങൾ അതിൽ കൂടെ ഒക്കെ അവർ വെളിപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൾട്ടി സെക്സ്വൽ പാർട്ട്നേഴ്സുമായിട്ട് അവർ ബന്ധപ്പെടുന്ന അവസ്ഥ, പലരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അശ്ലീല ചിത്രങ്ങൾ കാണുക, ഇന്റർനെറ്റിലൊക്കെ ഉള്ള വേണ്ടാധീനങ്ങളെ കാണുന്ന, അതിനകത്ത് അഡിക്റ്റഡ് ആയി പോകുന്ന ആളുകൾ. അതേപോലെ വീഡിയോ ഗെയിമിങ്, ഇന്റർനെറ്റ് ഗെയിമിങ്, അതിൻ്റെ ഒരു ഡിസോർഡർ തന്നെ ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് വീഡിയോ ഗെയിമിങ് ഡിസോർഡർ എന്നാണ് അതിനെ പറയപ്പെടുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫോണിലെ കമ്പ്യൂട്ടറിലോ പോലെ അതെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും സാധാരണമായ ആസക്തി എന്താണ് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ നമ്മൾ പറയാറുള്ളൂ, അത് മദ്യത്തിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ മദ്യമാണ് നമ്മുടെ ലഹരികളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മദ്യ ഉപയോഗ വൈകല്യം, അതേപോലെ നിക്കോട്ടിൻ, അതേപോലെ മരിജുവാന അഥവാ കഞ്ചാവ്, അതേപോലെ ചില LSD പോലുള്ള സ്റ്റാമ്പുകൾ, അവയെല്ലാം ഈ ദുരുപയോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കുന്നത് 12 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരിൽ ഏകദേശം 10% പേർക്ക് മദ്യ ഉപയോഗ വൈകല്യം ഉണ്ടെന്നുള്ളതാണ് പഠനത്തിൽ കൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ LSD പോലുള്ള സ്റ്റാമ്പുകൾ കൊച്ചുകുട്ടികൾ പോലും ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് അവരുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഉപയോഗിപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളിലും ആ ക്യൂരിയോസിറ്റി കൊണ്ട് അവരും മദ്യത്തിൻ്റെ ആസക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ വന്ന ഒരു അനുഭവത്തെ ഞാൻ പങ്കുവെക്കാം. ഒരു ബാച്ചിൽ ഞങ്ങൾക്ക് കിട്ടിയത് കുറേ കുട്ടികളെയാണ്. ആ കുട്ടികൾ 8 വയസ്സ് 13 വയസ്സ് വരെയുള്ള പല കുട്ടികളായിരുന്നു വന്നത്. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള 6 കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളായിരുന്നു അന്ന് വന്നത്, അന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്തത്. അപ്പോൾ അത് 8 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ അന്ന് നടന്നത്. അപ്പോൾ അതിനകത്ത് 5-ാം വയസ്സ് മുതൽ തന്നെ ഈ കുട്ടികൾ മദ്യപിക്കാൻ തുടങ്ങിയിരുന്നു. അതിനകത്ത് ചില കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചത് അവരുടെ രാവിലത്തെ ഈ കട്ടൻ കാപ്പിക്ക് പകരം അല്ലെങ്കിൽ ബെഡ് കോഫിക്ക് പകരമായിട്ട് അവരുടെ പേരൻസ് കൊടുക്കുന്നതായിട്ടുള്ള ഈ റാക്ക്, അല്ലെങ്കിൽ ഇവിടെ ഈ മലബാർ പ്രദേശത്തൊക്കെ അതിനെ പറയുന്ന വാറ്റുചാരായം എന്ന് പറയാം, എല്ലായിടത്തും വാറ്റുചാരായം,
അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അപ്പനും അമ്മയൊക്കെ ഇതാണ് കുടിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും അത് കൊടുത്ത് അവരതിൻ്റെ ഒരു 8 വയസ്സായപ്പോഴത്തേക്ക് അതിന് കംപ്ലീറ്റ് അഡിക്റ്റഡായി. അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, കുഞ്ഞുനാളിൽ തന്നെ കൊമ്പ് വാടിപ്പോവുക എന്ന് പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന കുട്ടികളെയാണ് കിട്ടിയത്. ഭാഗ്യവശാൽ അവർ ആ ക്യാമ്പിൽ പങ്കെടുത്തു. അതിന് ശേഷം പല പ്രാവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊണ്ടൊക്കെ നമുക്ക് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന അതിനകത്ത് ചില ആളുകളൊക്കെ നമ്മുടെ പ്രവർത്തകരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതല്ല, മറിച്ച് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിനയാണ്. അപ്പം ഇതിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്, ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ആസക്തിയുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ ഓരോ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മറ്റൊരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഒരേ സാധനമായിരിക്കും കുടിക്കുന്നത്, ഒരേ അളവിൽ കുടിച്ചാൽ പോലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റങ്ങളും ജീവിത ക്രമങ്ങളും ഒക്കെ താളം തെറ്റുന്നത്. ചില ആളുകൾ ഒരല്പം കുടിച്ചാൽ തന്നെ വളരെയധികം പൂസാകും. വേറെ ചിലർ ഒരുപാട് കുടിച്ചാൽ പോലും പൂസാകുകയില്ല, ആരും അറിയാതെ പോയി സൈലൻ്റായിട്ട് കിടക്കും. വേറെ ചിലർ കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. മറ്റു ചിലർ എത്ര കുടിച്ചാലും മിണ്ടാതെ പോകും, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പല അളവിലാണ്. കാരണം അതിന് ഓരോരുത്തരുടെയും മാനസിക അവസ്ഥകൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും യുണീക്കാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള ദൈവവചനത്തിൽ പറയുന്നത് അത്ഭുതവും അഗോചരവുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഒരേ പദാർത്ഥത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പെരുമാറ്റം ഒരേപോലെ ആകണം. അപ്പോൾ നിരീശ്വരവാദികൾക്കൊക്കെയുള്ള സംശയം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് വരുന്നു, അപ്പോൾ ദൈവം ഉണ്ടോ എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിൽ ഉദിക്കാൻ തക്കവണ്ണം ഇത് കാരണമായി തീരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പദാർത്ഥത്തിൽ നിന്നാണ് ഏതൊരു സാധനത്തെ നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ആ പദാർത്ഥമെല്ലാം ഒരേ രീതിയിലായിരിക്കും പെരുമാറുക, ഒരേ രീതിയിലായിരിക്കും അവയുടെ ആകെ പ്രവർത്തന രീതികൾ, അല്ലേ? സയന്റിഫിക്കായിട്ട് നമ്മൾ അങ്ങനെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരേപോലെ ആണെങ്കിൽ പോലും വ്യത്യസ്തമായ തുറകളിലായിരിക്കും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും മനോഹരത്വമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൊതുവെ ഈ മദ്യപിക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പൊതുവെ ലക്ഷണങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. മദ്യപാനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്താനായിട്ട് അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പല ആളുകളും പറയാറുണ്ട്, ഞാൻ എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തും. അങ്ങനെ ആർക്കും നിർത്താൻ കഴിയുകയില്ല. അതിന് ചില ഇൻസിഡൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ചില സംഭവങ്ങൾ നടന്നേ പറ്റുള്ളൂ. ഒന്നുകിൽ അതിനെക്കുറിച്ച് അവർക്കൊരു ഷോക്ക് കിട്ടണം, അവരുടെ മനസ്സിന് ഒരു ഷോക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സുപ്രഭാതത്തിൽ ഇനി തൊട്ട് ഞാൻ കുടിക്കുകയില്ല എന്ന് പറയാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എല്ലാ മനുഷ്യരും എത്തുന്നുണ്ടെന്നുള്ളതാണ് പഠനം, ഗവേഷണമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പദാർത്ഥം ഉപയോഗിക്കുകയോ ദോഷകരമായ ആസക്തി നിറഞ്ഞ പെരുമാറ്റത്തിൽ ഏർപ്പെടുകയോ ചെയ്താലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ പെരുമാറ്റം കുറയ്ക്കാൻ അവർ പലതവണ ശ്രമിച്ചാലും അവർക്ക് അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇത്തരക്കാരെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അതിനെക്കുറിച്ച് പല പ്രാവശ്യം നുണ പറയാറുണ്ട്. ചില ആളുകൾ കുടി നിർത്തി, ഞാൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാരൻസോ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സോ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വിശ്വസിച്ചെന്ന് വരാം. പക്ഷേ അവർക്ക് ഇടയ്ക്ക് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. കാരണം അത് കള്ളം പറഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ വർദ്ധിച്ച സഹിഷ്ണുത കാലക്രമേണ മുമ്പലത്തെ പോലെ തന്നെ ആനന്ദകരമായ ഫലങ്ങൾ അനുഭവിക്കാൻ അവർക്ക് കൂടുതൽ പ്രേരണ കൊടുക്കുന്ന ഒരു വസ്തുതയും കൂടിയാണ് മദ്യപാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ ആ പദാർത്ഥത്തിലോ പ്രവർത്തനത്തിലോ ഉള്ള തീവ്രമായ ശ്രദ്ധ ചില ആളുകൾക്കുണ്ടാകും. ആസക്തിയുള്ള ആളുകൾ ആ പദാർത്ഥത്തിൽ കുടിയിൽ ഒരു രോഗകാരണമായി തന്നെ അവർ മുഴുകുവാൻ സാധ്യതയുണ്ട്. ഇപ്പം ദീർഘവർഷങ്ങൾ നിർത്തിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് പൊടുന്നനെ ഒരു ദിവസം അത്തരക്കാർ കുടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും. ചില ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത മുഴുവനും. രാത്രിയിൽ അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങാതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും എവിടുന്നാണ് എനിക്ക് ഈ സാധനം കിട്ടുക എന്നുള്ള വലിയൊരു ആസക്തിയോടുകൂടെ നെട്ടോട്ടം ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഒരു അഡിക്ഷൻ അവരുടെ ജീവിതത്തെ കീഴടക്കിയതായിട്ട് അവർക്ക് മനസ്സിലായിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്കത് ബോധ്യമായിരിക്കുന്നു, അവരെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ നിയന്ത്രണമില്ലായ്മ, ലഹരി വസ്തുക്കളുടെ
ഈ ഒരു ദുരുപയോഗത്തിലോ പ്രവർത്തനത്തിലോ പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് തോന്നിയേക്കാം. പലപ്പോഴും നിസ്സഹായതയുടെ ഒരവസ്ഥ അവർക്കുണ്ടാകും. അവരെ നിസ്സഹായരായിട്ട് അവർക്ക് തോന്നിയേക്കാം. അവരുടെ ആസക്തിയും അത് അവരുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചെന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചില സമയത്ത് അവരുടെ മനസ്സിൽ അതിൻ്റെ കുറ്റബോധങ്ങൾ വന്നേക്കാം. വ്യക്തിപരമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഈ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നു. ആസക്തി അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നു. ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, വ്യക്തിബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ അവരെ ബാധിക്കുന്നു. അവരുടെ കരിയറിനെ അത് ബാധിക്കുന്നു. സ്കൂളിലോ അല്ലെങ്കിൽ മറ്റു ജോലി സ്ഥലത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായി ജോലി ചെയ്യാൻ കഴിയാതെ പോകുന്നു. കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. ഉത്തരവാദിത്വം ഇല്ലായ്മ അവർക്കുണ്ടാകുന്നു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ വളരെ പ്രശ്നങ്ങളിലേക്ക്, മാനസിക സംഘർഷങ്ങളിലേക്ക് അത്തരക്കാരെത്തുന്നു. വീണ്ടും അവരുടെ ആസക്തികൾ അവരിൽ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ അറിഞ്ഞിട്ടും അവർക്ക് നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വിഡ്രോയൽ സിംറ്റംസ് ഉണ്ടാകും. വിഡ്രോയൽ സിംറ്റംസ് അത് മദ്യപാനികളായിട്ടുള്ള ആളുകളുടെ ജീവിത പങ്കാളികൾ അറിയണം. നിങ്ങളുടെ ജീവിത പങ്കാളി മദ്യപിച്ച് നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിർത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതിൻ്റെ അഡിക്റ്റ് ആയിരിക്കുന്നവർ മാത്രമല്ല, അങ്ങനെ നിർത്തുകയാണെങ്കിൽ തന്നെ അത് പല രോഗങ്ങൾക്ക്, പല തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾക്കൊക്കെ കാരണമായി തീരും. ചില ആളുകൾ ഇവിടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് ക്യാമ്പിനൊക്കെ വരുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, മദ്യം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വിറയ്ക്കുന്ന കാണും. ഭയങ്കരമായിട്ട് വിറയ്ക്കും. അപ്പോൾ നമ്മൾ എത്ര പിടിച്ചാലും ആ വിറയിൽ നിൽക്കില്ല, ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അവരുടെ ശബ്ദം വെളിയിലേക്ക് വന്നില്ലെങ്കിലും അവരിങ്ങനെ ചുണ്ട് അനക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ആസക്തിയുടെ കാഠിന്യ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കരളിനൊക്കെ അത് ബാധിച്ചിട്ടുണ്ടാവും. പല തരത്തിൽ പല അവയവങ്ങളെയും, ശാരീരിക അവയവങ്ങളെയും ആന്തരിക അവയവങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആസക്തി ഉള്ളതായ ആളുകൾ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടണം. ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവർ അത് നിർത്താൻ സമ്മതിക്കാവും. ഇല്ല എന്നുണ്ടെങ്കിൽ അത് മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത് നിർത്തിയേരെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ആളുകൾ ഓർക്കണം, അങ്ങനെ അവർക്ക് നിർത്താൻ കഴിയുകയില്ല. കാരണം അവർ അതിൻ്റെ അഡിക്റ്റഡ് ആണ്. മാത്രമല്ല അവരുടെ മാനസിക വൈകല്യം അത്ര ഭീകരമായി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ അവരെ ചീത്ത വിളിച്ചതുകൊണ്ടോ ഉപദ്രവിച്ചുകൊണ്ടോ ഒന്നും തന്നെ അവർക്ക് മദ്യപാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥ ഉപയോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുകയില്ല. കാരണം അവർ അതിൻ്റെ ഒരു പാർട്ടായി മാറി, അല്ലെങ്കിൽ ലഹരി അവരുടെ ജീവിതത്തിൻ്റെ ഒരു അമൂല്യ സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. അമൂല്യം എന്ന് ഞാൻ ഉദ്ദേശിച്ച പോസിറ്റീവിലല്ല, നെഗറ്റീവായിട്ട് അവർക്ക് മാറ്റം വരുത്താൻ കഴിയാത്ത. ഇപ്പം നിങ്ങൾക്ക് ചായ കുടിക്കുന്നത് ഒരു ശീലമാണെങ്കിൽ ചായ കുടി നിർത്തുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു പ്രയാസമായിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് തലവേദന വരാൻ ചിലപ്പം ഈ ചായ കുടി നിർത്തിയ ആളുകൾക്ക് ചായ കൃത്യമായ സമയത്ത് കിട്ടിയില്ലെങ്കിൽ തലവേദന എടുക്കുന്നതെന്നൊക്കെ പറയും. ചില ആളുകൾക്ക് വൊമിറ്റിംഗ് ഉണ്ടാകും, ചില ആളുകൾക്ക് ഈ മൂക്കിൻ്റെ അവിടെ ഭയങ്കര കടച്ചിലുണ്ടാകും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അഡിക്റ്റായി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആകെ ഒരു അസ്വസ്ഥയായിരിക്കും. അവന് പിച്ചും പേയും പറയാൻ മാത്രമല്ല, വളരെ അസ്വസ്ഥനായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ചീത്ത വിളിച്ചുകൊണ്ടോ ഒന്നും പ്രയോജനം ഉണ്ടാകില്ല. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ നല്ല മദ്യപാനികളായിട്ടുള്ള, നല്ല നേരത്തെ ആസക്തരായിട്ടുള്ള, മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ കഴിയുന്ന, അതിൻ്റെ അഡിക്റ്റഡ് ആയിട്ടുള്ളവരുടെ ജീവിത പങ്കാളിയും ഒരു ഹാഫ് അഡിക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ ഇവരോട് ഇടപെട്ട് അവരുടെ ആ സ്വഭാവ വൈകല്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കും വന്ന് നിങ്ങൾക്കും ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഒരു തുമ്പും വെളിച്ചവും ഇല്ലാത്തതായിരിക്കും. ഇപ്പോൾ പല ആളുകളും പറയാനുണ്ട്, ഓക്കെ എന്താ പറ്റി, ഓള് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ കുടിയല്ല കാരണം, കുടിയൻ്റെ കൂടെ കഴിയുന്നതാണ് കാരണം. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതും കൂടെ ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. മദ്യപാനത്തിലേക്ക് താൽക്കാലികമായിട്ട് സോഷ്യൽ ഡ്രിങ്കേഴ്സായിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് പോലും നിങ്ങളിത് ഇട്ട് കൊടുക്കണം. അവരോട് പറയണം ഇത് മുഴുവനായിട്ട് കേൾക്കാൻ. കാരണം ഒരിക്കൽ തമാശയ്ക്ക് ആരംഭിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അതിൻ്റെ അഡിക്റ്റായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ ഇതിൻ്റെ
ഇതിൻ്റെയൊക്കെ അഡിക്റ്റഡായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അടുത്ത നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതലാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാം. ഞങ്ങൾ ഫോൺ നമ്പർ ഇതിൻ്റെ താഴെ തരുന്നതായിരിക്കും. മദ്യപാനികളായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത് അതിൽ നിന്ന് മോചനം നേടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. ഇത് സൗജന്യമാണ്, തികച്ച സൗജന്യമായിട്ടാണ് ഇത് നടത്തുന്നത്. സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളിത് ഈ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ. അപ്പം നിലമ്പൂരിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ നിങ്ങളെ കാണാം എന്ന പ്രതീക്ഷയോടുകൂടെ നമ്മൾ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.